പിന്നെ ഗ്ലീഷ് എന്ന് പറയുന്ന അവരുടെ ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് യേശു എന്ന് പറഞ്ഞാൽ അത് റേസിങ് ഓഫ് ദ ഡെഡ് ഇൻ കറപ്റ്റ്നെസ്സിൻ്റെ ഡെഡ് നേച്ചർ, മെറ്റീരിയലിസ്റ്റിക് നേച്ചർ, അതിന്ന് റേസ് ചെയ്ത് സ്പിരിച്വൽ ബോഡീസ് ആവണ കാര്യം പറഞ്ഞത്. അപ്പോൾ ഗ്ലീച്ചോടെ അത് എൻ്റെ കാര്യം അലങ്കോലായാണ്, എൻ്റെ ഹെൽത്ത് അലങ്കോലായാണ്. 8/8/8 × 23 24 അപ്പം മനസ്സിലാക്കാം. 24 + 2 26 അവരുടെ സമയം എന്ന് പറയാണ്ട് ഇവിടെയോ ജനിച്ച അവർ യേശു എന്ന് പറഞ്ഞിട്ട് ഹൈ എന്ന് പറഞ്ഞിട്ട് യേശു ഉയർത്തേന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഉയർക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തുന്നി കെട്ടുമ്പോൾ പറയണല്ലേ അതിനെ കൊണ്ടുപോകണം കളിക്കാൻ ചവിട്ടി അടച്ചു വെച്ചൊക്കെയാണ്. അപ്പോൾ എനിക്ക് യേശു മാമ ഉയർക്കെന്ന് പറഞ്ഞാൽ ഉയർത്തെഴിഞ്ഞിരുന്നത് എൻ്റെ കാര്യം അലങ്കോലായാണ്. എൻ്റെ ഇപ്പോഴത്തെ വരെയുള്ള കാര്യങ്ങളും കൊറോണ വരുന്ന 8/8/26 അനുസരിച്ച കാര്യങ്ങൾ വരണം. അപ്പോൾ അവർ മരിച്ച് റോമൻ കാത്തലിക് എന്ന് പറയുന്ന പോലെയല്ല. അപ്പോൾ അവർ ഡ്രഗ് അടിച്ച് കുട്ട അടിച്ച് നടക്കണവർ സെലക്ട് ചെയ്തതാണ്. യേശുവിനെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. യേശു മുമ്പ് വന്നിട്ടുണ്ട് 8/8/8 24 + 2 26 അവരുടെ സമയത്ത്. അപ്പോൾ എല്ലാം ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ ഇപ്പോൾ പുറത്ത് കാണുന്നവർ അറിയണ കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വെണ്ടൂർ ഡാനിയൽ എല്ലാം ആ രീതിയിൽ വന്നിട്ട് അറിയണ കാര്യം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കൂടി മമ്മി എല്ലാം ഈ ബാപ്റ്റിസം ചെയ്തിട്ട് 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്യേണ്ട കാര്യമൊക്കെ വെറുതെ ആയതിനെ റോമൻ കാത്തലിക്കാന്ന് പറഞ്ഞ് നടക്കുന്നവർ പ്രത്യേകിച്ച് ഈ ഫേക്ക് സിറ്റുവേഷൻ. അപ്പോൾ എവിടെയെങ്കിലും താമസിക്കേണ്ടതുണ്ടെങ്കിലും അല്ലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് ഇങ്ങനെ അറിയില്ല പെണ്ണാണ് എല്ലാവരും ഇങ്ങനെ ആവണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ തലയ്ക്ക് പട്ടായിട്ടാണ് ഈ ഉള്ള കാര്യം മനസ്സിലാക്കാണ്ട് അറിഞ്ഞ പോലെ കാണിക്കാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ എത്ര അറിയാത്തവരും ഇരിക്കണം, അവരെ കുറിച്ച് അവരറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആവണമെന്നൊന്നും പറയണല്ലോ. സ്വയം വട്ടമാണ്. അവർ നിങ്ങൾക്ക് തന്നെ അറിയാം വിഡ്ഢി ക്യാമറയുടെ എന്തെങ്കിലും അത് പ്രൂഫ് അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു തന്നാൽ നിങ്ങൾ പിന്മാറി പോവാണ്. അപ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ പറഞ്ഞു നിങ്ങൾ വിഡ്ഢികളുടെ ഒപ്പം കുടിച്ച് നടക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. ഞങ്ങൾ സ്വയം ബുദ്ധിയില്ലാത്ത പാർട്ട്നേഴ്സിൻ്റെ ഭാര്യയായാലും സ്ത്രീ ആയാലും പക്ഷേ ബുദ്ധിയില്ലാത്തവരുടെ കൂടെ നടക്കണം. അവർ കുറേ നാൾ കഴിഞ്ഞ് അഴുകി ഇല്ലാണ്ടാവും. അവരെ പിടിച്ചിട്ട് നിങ്ങളും ബുദ്ധി ഇല്ലാണ്ടായ എന്താ ചെയ്യുക? അത് മനസ്സിലാക്കുക. യേശുവിൻ്റെ സാക്രിഫൈസ് തീർന്നു. അത് മാതൃക കാണിക്കുകയാണെങ്കിൽ റിപ്പീറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിലും ചെയ്യുക നിങ്ങൾ. അത് ശരിയല്ല പറയണേ. അതുപോലെ അവരെ വയസ്സായവരോട് സംസാരിക്കണ പോലെയല്ല. ഓരോരോ നമ്പേഴ്സ്, ഓരോരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്, ജീവനില്ലാത്ത സെയിൻസിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വിഗ്രഹം അതിന് മുന്നിൽ സന്താനം തെറ്റിയും ചൊവ്വായി ജൽപ്പനം ചെയ്യുന്നത് അരോചകാന്ന് പറഞ്ഞ യഹോവയ്ക്ക് ദേഷ്യം വരികയെന്ന് തന്നെ പിന്നോക്കാന്ന് പറഞ്ഞ് അത് മുതൽക്കൂട്ടാണ്. പക്ഷെ നടക്കേണ്ടത് നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ റെസറക്റ്റ് ചെയ്യാനല്ല. അപ്പോൾ പാലും കുട്ടി കഴിച്ച് ഇല്ലാണ്ടാവണ രീതി അതല്ല. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ എത്രത്തോളം ഉണ്ട്. നിങ്ങളുടെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണില്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ട് യേശുയുടെ അപ്പോഴും ജൂയിഷ് പറഞ്ഞു ഇവരെ കൊല്ലാൻ കൊണ്ടുപോവാ. ഹെറോദസ് പറയാം ഇവരെ കൊല്ലണം, കുട്ടി ജനിച്ചിട്ടുണ്ട്, ബെത്ലഹേമിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷേ അത് രക്ഷപ്പെട്ടു ഇത് സാക്രിഫൈസ് ചെയ്യണ രീതി അവർക്ക് മനസ്സിലാവണല്ലേ. സാക്രിഫൈസ് ചെയ്ത് കാരണം അവർക്ക് മുമ്പേ തൊട്ട് അറിയണമുണ്ട്, ബൈബിളിലൊക്കെ എഴുതണമുണ്ട്, ജൂയിഷിനെ അറിയാം. അപ്പോൾ മരിച്ചവരെ മുന്നിൽ കൊണ്ടുവരുത്തണം. അപ്പോൾ ഉറങ്ങിയവരെ അപ്പോൾ ജീവിപ്പിക്കണം. അത് ശരിക്കും മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സാക്രിഫൈസ് സിറ്റുവേഷൻ ഉണ്ടാക്കി മിണ്ടാണ്ട് സഹിച്ച് ഹാർട്ട് ബീറ്റ് മരവിച്ച് അത് പുനരുദ്ധരിക്കുന്നതാണ് 3 ദിവസത്തിനുള്ളിൽ. അതുപോലെ അങ്ങനെ എല്ലാവർക്കും ഇല്ല. മിണ്ടാണ്ട് സഹിക്കലാണ്ട് ബഹളം ഉണ്ടാക്കി ഇല്ലാണ്ടാവണവരെ പോലെയല്ല. അപ്പോൾ പാപത്തിൽ മുഴുകണ പോലെയല്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് ഡ്രഗ് അടിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണം, മൂക്കുപൊടിയും വലിച്ച് നടക്കണ പോലെയല്ല. വൃത്തിയോടും അങ്ങനെ പറഞ്ഞ് വിഡ്ഢിന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ശവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പോലെ മന്ദബുദ്ധി എന്ന് വിളിക്കാം. ജീവനത്തെ ആരാധിച്ച് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ അനുകരിച്ച് നടക്കണവർ. പക്ഷേ എന്താ അത് ലവ് ചെയ്യാൻ മുമ്പ് ഇന്നോവേഷൻ. പക്ഷേ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണ്ട, ടയേർഡാകുമ്പോൾ അങ്ങനെ തോന്നും. ഹ്യൂമൻസ് അല്ലേ, ലവ് കൈമാറണം. പക്ഷെ ഡ്രഗ് അടിച്ച് കുറ്റപ്പെടുത്തലില്ല, ബ്രൈബറി ഇല്ല, ആങ്കർ ഇല്ല, റിവഞ്ച് ഇല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അവിടെ ഒരു ശോഷിച്ച വാക്കുകൾ പറയലില്ല. അപ്പോൾ യേശുവിനുള്ള സ്ഥാനത്തേക്ക്
അങ്ങനെ ഉയർപ്പിക്കുന്നതല്ല. അത് വ്യത്യാസമുണ്ട്. എന്നിട്ട് ഒരു കാലം കണ്ട് സമയം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ഫിസിക്കൽ ഉയർപ്പിനെ കുറിച്ചല്ല പറയണം, സ്പിരിച്വൽ ഉയർപ്പ്. കറപ്ഷനിൽ നിന്ന് നല്ലതിലേക്ക്, ഗുഡ്നെസ്സിലേക്ക്, സ്പിരിച്വാലിറ്റി. മെറ്റീരിയലിസ്റ്റിക് നേച്ചറല്ല, മെറ്റീരിയലിസ്റ്റിക് ഫിലിംസിലി ഇല്ലാണ്ടാവുന്ന രീതിയല്ല. അപ്പോൾ മുങ്ങി നിവർന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ചെയ്യാൻ പോണത് എന്താ, കാലവും സമയമനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയൊരു സാക്രിഫൈസ് ഇല്ല, മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിസൺ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ്, അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിഡ്ഢികളുടെ കൂടെ എല്ലാത്രയും മിണ്ടാണ്ടിരിക്കണം. നിങ്ങളോട് അവരോട് അറിയില്ല അവരുടെ കൂടെ വിഡ്ഢിത്തത്തിൽ മുഴുകണ പോലെയല്ല. വിഡ്ഢിത്തത്തിൽ നിന്ന് മാറി സ്പിരിച്വൽനെസ്, മെറ്റീരിയലിസ്റ്റിക് നേച്ചർ മാറി ഗുഡ്നെസ്സിലേക്ക് മാറണം, ഉയർപ്പിലേക്ക് മാറണ രീതി കാണിക്കണം. അല്ലാണ്ട് ജീവനില്ലാത്ത ശരീരങ്ങൾ ഉയർപ്പിക്കണ കാര്യമല്ല പറയണത്. അതൊക്കെ അന്ന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി. സാക്രിഫൈസൊക്കെ തീർന്നു, ഇനി സാക്രിഫൈസ് ഇല്ല. മുങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയാണെന്നുള്ള കാണിക്കുന്നതാണത്. പിന്നെ പെണ്ണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ക്ഷമിച്ചു ഇരിക്കുക. പെണ്ണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പെണ്ണാണോ, അല്ലെങ്കിൽ ഡ്രഗടിച്ച് പെണ്ണിനെ കുടിച്ച് ഡ്രഗടിച്ച് യൂട്രസും എൻ്റെ സ്ട്രക്ചർ കണ്ടറിഞ്ഞോടെ, അതിൻ്റെ എന്താ വ്യത്യാസം എന്നറിഞ്ഞോടെ, മനസ്സിലാക്കാൻ ബുദ്ധി കാണിക്കുക. നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് പ്രശ്നങ്ങളും പ്രോബ്ലംസൊക്കെ മാറ്റിയിട്ട് എനിക്ക് പ്രത്യേകത ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് മുഖത്തേക്ക് ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ എത്ര പേര് അറിയാത്തവർ അങ്ങോട്ട് നടക്കണം. അവരുടെ കൂടെയൊക്കെ വിഡ്ഢിത്തം പറഞ്ഞ് വിഡ്ഢിത്തത്തിന് മുഴുകി ഇല്ലാണ്ടാവുന്ന രീതി നിങ്ങൾക്ക് ഉണ്ട്, അത് മനസ്സിലാക്കുക.